ഇതാര്? അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. പണ്ട് മോനോടൊന്ന് ഇരുന്നാണ്. എന്തേ പറ്റിന്റെ ഉപ്പാക്ക്? എന്നിട്ട് സ്നേഹം കൂടിയോ? എന്തെങ്കിലും പണി ഒപ്പിച്ചിക്കണ ഞാന്? അല്ലോന്ന് ഞാൻ സുഖയ്ക്ക് നിസ്കരിക്കാന്ന് വെച്ചിട്ടില്ല. നല്ല കാര്യം തന്നെ. എന്തെങ്കിലും രക്ഷിക്കും പഠിച്ചാണ്. എന്താ പല കുട്ടിയോട് അങ്ങനെ നിക്കണത്? ഇവിടെ വന്ന് ഇരിക്കി ചോദിക്കട്ടപ്പാ. അതില്ലപ്പാ. എന്താണ് അവിടെ കിട്ടാതെ പടി എടുത്തിട്ട് വരെ? ഇപ്പൊ പോവില്ലേ? പഠിച്ചോളെ നീച്ച ഓടിയാലോ? ഓടിയാ പിടിച്ചാ കിട്ടിയാല് കൊറേ കിട്ടും. ഇവിടെ ഇരുത്ത ഒന്നുകൊണ്ട് രക്ഷപ്പെടാം. നൗഫലൊക്കെ വടി എടുത്ത് പോകുന്നത് ആയിഷ് കണ്ടു. എന്താ അല്ലോ ഉപ്പാ വടി ഒന്നും എടുക്കട്ട. ഇതപ്പോളെ സഹോദര സ്നേഹം പൊട്ടി മുളച്ചത്. അപ്പോൾ കഴിഞ്ഞിട്ട് സ്നേഹമൊക്കെ ഉണ്ട്. ഇപ്പ ആ വടിയേറ്റ് എടുക്കണ്ട. ആ വടിയേറ്റ് അടിച്ചാലേ ഒരടിന്റെ വേനുള്ളൂ. ഈ വടിയേറ്റ് അടിച്ചോളി. ഇതുപോലെയാണെങ്കിൽ മുള്ളുണ്ട്, നല്ല വേനായിക്കോളും. ഞാൻ മേലാല് നീക്കായിരിക്കൂല. നൗഫലൊക്കെ വടി എടുത്തു വന്നത് ഈ വടി, ആയിഷു പറഞ്ഞത് ഈ വടിയേറ്റ് അടിച്ചോളിന്ന്. അവൾക്ക് അതിട്ട് കിട്ടിയിട്ട് അനുഭവം ഉണ്ട്. അതുകൊണ്ട് അവള് നന്നായിട്ട് കാക്കാക്കും കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ, ഇവർക്ക് രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തീരെ സ്നേഹമില്ലാന്ന്. സ്നേഹമൊക്കെ ഉണ്ട്, നല്ല സ്നേഹമുണ്ട്. സ്നേഹത്തിനേക്കാൾ കൂടുതൽ തല്ലാണ്. സ്നേഹം കൂടുതലാണല്ലോ തല്ല് കൂടുതൽ. തല്ലാണ് ഇവിടെ നടക്കുന്നത്. ആ വടി കൂടെ കൊണ്ടുവച്ച് എനിക്ക് കിട്ടാഞ്ഞിട്ടാണ് ഞാൻ ഒന്നും ഇങ്ങനെ പറഞ്ഞാ നമസ്കരിക്കാന്. ഇന്ന് മാത്രം നമുക്ക് ഇത്ര പ്ലീസ്. ഞാൻ എന്ന് നിസ്കരിച്ചോളാം. ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയതാണ് ഇപ്പാ. അല്ല ഞാൻ എന്നും നീക്കണല്ലേ, എന്തിങ്ങനെ ചെയ്യലുണ്ടാ? നിനക്ക് കടിക്കാൻ വെസ്റ്റേ. ഞാനൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. എനിക്കിപ്പോ എത്ര വയസ്സായി? 26 വയസ്സ്. എന്നിട്ടും ചെറിയ കുട്ടികളെ നിങ്ങൾ എപ്പോഴും അടിക്കാണ് ഉൾപ്പില്ലാതെ. തന്നെ പറഞ്ഞു കേട്ടോ എനിക്ക് 26 വയസ്സായിക്കണേന്ന്. ഞാൻ വിചാരിച്ചു എനിക്ക് 2 വയസ്സായിട്ടുള്ളൂ. എനിക്ക് 26 വയസ്സിന് എനിക്ക് 26 വയസ്സിന് ബുദ്ധിയുള്ള എനിക്ക്. എന്താ പറയും, ഞാൻ അടിക്കണ എന്തേലും തെറ്റുണ്ടാ? 26 വയസ്സുള്ള അടിച്ചു പോത്തത് പാവട്ടാ. ആരാ പറയണത്? തീരെ അടിട്ടാത്ത ആള്. അടിക്കല ഇപ്പൊ പ്ലീസ്. ഞാൻ സ്കേറ്റായിരിക്കൂല, സത്യേറ്റോ. ഇന്ന് എന്നെ വെറുതെ വിടി പ്ലീസ്. ഇങ്ങനെ സ്കേറ്റായിരിക്കൂല, എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കൂലത്. ഇപ്രാവശ്യത്തേക്ക് ഞാൻ വെറുതെ വിട്ടില്ല. ഇനിയെങ്ങാനും രാവിലെ നീക്കാതിരുന്ന അപ്പ കണ്ടട്ടാ. ചോദിക്കോ. താങ്ക്സ് ഡാഡി. താങ്ക് യു. ഒരടി മിസ്സായി. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ കഥാനായകന്റെ വീട്ടിലേക്കാണ്. അല്ലടാ, എനിക്ക് നീക്കാനൊന്നായില്ലേ? ആശി നീക്കട ചക്ക. നിങ്ങളെന്താ ചെവിന്റെ അടുത്ത് ഒന്ന് വർത്താനം പറഞ്ഞു? പേടിച്ചോ ഇയാള്? ഇന്നലെ പെട്ടെന്ന് നീക്കുള്ളൂ, ഇപ്പൊ നീച്ചില്ലേ. മാറിക്കൊണ്ട് ആൾക്കാർ കണ്ട് രാവിലെ തന്നെ ഞാൻ പോകും. ഇന്നെന്താ സ്പെഷ്യല് രാവിലെ തന്നെ? ഇന്ന് നല്ല അടിപൊളി പുട്ടും കടലും. ഇന്നോ തന്നെ
നിങ്ങൾക്ക് ദോശ ഇതൊക്കെ ഉണ്ടാക്കിയ പോലെ എൻ്റെ അമ്മ നിങ്ങൾ എന്തിനാ അതൊന്നും ഉണ്ടാക്കുന്നത്? അനക്ക് വേണമെങ്കിൽ ഇത് തിന്നു വെച്ച് പോയിക്കോ. ആ തേരി തിന്നല്ലാതെ വേറെ നിവർത്തില്ലല്ലോ. അല്ല പാത്തോടെ അവളെ കണ്ടില്ലല്ലോ. അവൾക്ക് രാവിലെ തന്നെ പഠിക്കാണ്ടെന്ന് പറഞ്ഞിട്ട് അവള് ബാൽക്കണിയിലുണ്ട്. എത്ര പോലെ വിളിച്ചു തിന്നാനും ഓള് വരണ്ടേ. ഇപ്പൊ വരാത്താരാന്ന് പറഞ്ഞ അവിടെ തന്നെ ഇരിക്കും. അത് ശരി. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. വാവ്, ഇങ്ങനെ ഒന്നിവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ കോളേജിലും പോവാതെ. പാത്തു എനിക്ക് ചായ ഒന്നും വേണ്ടേ? അവിടെ ഇരുന്നിട്ടാ. എനിക്കിപ്പോ വേണ്ടമ്മ, ആ പുട്ടും കടലല്ലേ എനിക്ക് വേണ്ട. ഞാൻ കുറച്ചുകൊണ്ട് തിന്നോളാം. എന്താ മോളെ പണി? എനിക്ക് ചായ ഒന്നും വേണ്ട. എനിക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു? പഠിക്കുകയാണ്. പിന്നെ പുട്ടും കടലല്ലേ ചായ? എനിക്ക് ഇഷ്ടല്ല സാറ്, വേണ്ട. വേണ്ടെങ്കിൽ കേട്ടുണ്ടാവും. ഇന്നെന്തോ നല്ല ടേസ്റ്റ് എന്നത്തെയും പോലല്ല. എന്നും കേൾക്കണത് ആ ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഒക്കെ ഉണ്ട്, ബട്ട് അതൊന്നും തിന്നാനൊരു മൂടില്ല. അതന്നെ. പിന്നെ കാക്ക എനിക്കൊരു കാര്യം പറയട്ടെ.